ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു ഗജമേള കൂടാനായിട്ടാണ്. അതിന് രാവിലെ തന്നെ കുറ്റിയും പറിച്ച് വന്നിട്ടുണ്ട്. അമ്പലത്തിൽ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ഇത്തിത്താനെ ഇളങ്കാവിലമ്മയുടെ ക്ഷേത്രത്തിലാണ് കേട്ടോ നടക്കുന്നത്. വൈകിട്ട് 5 മണിക്കാണ് ഗജമേള. പക്ഷേ രാവിലെ 8:30 തന്നെ ഞങ്ങളെത്തി. ആനകളെ കൊണ്ടുവരുന്നതൊക്കെ കാണാനായിട്ട്. പിന്നെ കുറേ കുടവാട്ടവും കാവടിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആനയിലേക്ക് മാത്രമായിരുന്നു കോൺസെൻട്രേഷൻ. അപ്പോൾ ആനകളെല്ലാം വരുന്നുണ്ടായിരുന്നു. 14 ആനകളുണ്ടായിരുന്നു. പുതുപ്പള്ളി കേശവൻ ഉണ്ടായിരുന്നു, തൃക്കടവൂർ ശിവരാജു ഉണ്ടായിരുന്നു, പിന്നെ ഗുരുവായൂർ നന്ദൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ആനകളുണ്ടായിരുന്നു. പിന്നെ പേരറിയാത്ത ഏതൊക്കെയോ ആനകളുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ കടവൂരാൻ, തൃക്കടവൂർ ശിവരാജു. പാമ്പാട് രാജനെ പ്രതീക്ഷിച്ചിരുന്ന് അവസാനം പാമ്പാട് രാജൻ വന്നില്ല. പിന്നെ നമുക്ക് കടവൂരാനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ആനകളെല്ലാം കണ്ട് കുടവാട്ടവും കാവടി തുള്ളലും എല്ലാം കണ്ട് ഉച്ചയ്ക്ക് ഫുഡും കഴിച്ച് അമ്പലത്തിൽ നിന്നായിരുന്നു കേട്ടോ ഫുഡ്. പിന്നെ വൈകിട്ട് നമ്മുടെ ഗജമേള തുടങ്ങി. 5 മണിയായപ്പം ഗജമേള തുടങ്ങി. ഇടയ്ക്കൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പുറത്ത് പോയിന്ന്, പക്ഷേ ഇല്ല, തളർന്നില്ല, ഗംഭീരമായിട്ട് നടന്ന്. പിന്നെ നമ്മുടെ എല്ലാ ആനകളെയും പേര് ചൊല്ലി വിളിച്ച് വരുമ്പോഴൊക്കെ എന്താ രസമെന്നറിയുമോ. പിന്നെ എല്ലാവരും കൂടെ വന്ന് നിന്നപ്പോൾ കാണാൻ തന്നെ എന്താ ഭംഗി. അങ്ങനെ ഗജമേളയും കഴിഞ്ഞ് ശിവരാജുവിന് തിളമ്പം കിട്ടി. നമ്മൾ വീട്ടിൽ പോന്നു.